എന്തൊക്കെ രാഷ്ട്രീയ വിഷയങ്ങൾ അദ്ദേഹം സംസാരിക്കും, കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് അദ്ദേഹം എന്ത് സംസാരിക്കും, ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് പ്രധാനമന്ത്രി എന്തു മറുപടി നൽകും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. അദ്ദേഹത്തിന് ഇന്ന് തന്നെ 2 ചടങ്ങുകൾ ആണുള്ളത്. അതിൽ കാട്ടാക്കടയിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ കുന്നംകുളത്ത് അദ്ദേഹം ഉയർത്തുന്ന അതേ വിഷയങ്ങൾ തന്നെ ആയിരിക്കുമ്പോൾ കാട്ടാക്കടയിൽ അദ്ദേഹം പറയുക എന്നതിലും വ്യക്തത കൈവരേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി കുന്നംകുളത്തെ വേദിയിലേക്ക് എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ BJP പ്രവർത്തകരെ കൊണ്ട് ഈ വേദി സദസ്സ് എല്ലാം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ നേതാക്കൾ ആണ് വേദിയിൽ ഉള്ളത്. അവർ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുതിർന്ന BJP നേതാക്കൾ പരിപാടിയുടെ ഭാഗമാകുന്നു. BJPയിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി തുടരുകയാണ്. അതോടൊപ്പം തന്നെ വിനേഷ് കുമാറും ആണ് കുന്നംകുളത്ത് നിന്നുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. അതേസമയം കാട്ടാക്കടയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ VV വിനോദ് ഉൾപ്പെടെ ഉള്ളവർ ആണുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ആണ് കാട്ടാക്കടയിലെ ചടങ്ങ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. അതായത് 2 ദേശീയ നേതാക്കൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനും കോൺഗ്രസിൻ്റെ മുഖവുമായ രാഹുൽ ഗാന്ധിയും കേരളത്തിൽ ഇന്ന് തുടരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ്. ആ നിലയിലുള്ള പ്രചാരണം, അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന താരപ്രചാരകരുടെ പട്ടികയിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി, ഒപ്പം മറുഭാഗത്ത് നരേന്ദ്രമോദി. 2 ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് ദേശീയ രാഷ്ട്രീയവും പ്രധാനമായും ഊന്നൽ നൽകുന്നത് കേരളത്തിന് തന്നെയാണ്. ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ആ നിലയിൽ കേരളത്തിൽ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് രാഹുൽ ഗാന്ധി പറയുക, എന്താണ് പ്രധാനമന്ത്രി പറയുക എന്നത് രാഷ്ട്രീയമായി ദേശീയ തലത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. വിനേഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട്. വിനേഷ്, അങ്ങനെ 2 നേതാക്കൾ, ഒരാൾ വയനാട്ടിലും കോഴിക്കോടും മറ്റൊരാൾ ആലത്തൂരിലും ആറ്റിങ്ങലിലും, അങ്ങനെ 2 നേതാക്കൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ 2 പേരുടെയും രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കായിരിക്കുമല്ലോ ദേശീയ രാഷ്ട്രീയം ഇന്ന് കൂടുതൽ ഊന്നൽ നൽകുക. അഭിലാഷ്, തീർച്ചയായും ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുക എന്നുള്ളത്, അതായത് നമുക്കറിയാം കേരളം പൊതുവെ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. ഒരു പ്രാദേശിക തലത്തിലോ ഭാഷാ തലത്തിലോ അപ്പുറത്തേക്ക് ദേശീയ തലത്തിലുള്ള മാറ്റങ്ങൾ അനുസരിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യമല്ല പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അവിടെ LDFന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ UDF ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ മാറുന്നു. ഇതാണ് കേരളത്തിലെ ഒരു ദേശീയ നിലപാടിന്റെ ദേശീയ രാഷ്ട്രീയത്തിനോട് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. സ്വാഭാവികമായും ഇന്ന് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും കേരളത്തിലെത്തുമ്പോൾ അത് വളരെ നിർണായകമായ, അല്ലെങ്കിൽ അത് കേരളം സമൂഹം എങ്ങനെ അവർ പറയുന്നത്, എന്താണ് അവർ പറയുന്നത് എന്നുള്ളത് ഉറ്റുനോക്കുക തന്നെയാണ്. അതിൽ സംശയമില്ല. നരേന്ദ്രമോദി എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും. 11 മണിയാണ് സമയം പറഞ്ഞത്. ഇപ്പോൾ സമയം 11:10 എത്തിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വാഹനം ഇതുവരെയും എത്തിയിട്ടില്ല. എന്തായാലും 12 മണിക്ക് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 10 മിനിറ്റിനകം തന്നെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇപ്പോൾ ഇവിടെ കുന്നംകുളത്തുള്ള ഈ ഗ്രൗണ്ടിൽ ഈ ഒരു വേദിയിലേക്ക് അദ്ദേഹം എത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും നമുക്കറിയാം ഈ പ്രകടന പത്രിക പുറത്തിറങ്ങിയതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ പരിപാടി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം ഒരുപക്ഷെ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ സാധ്യതയുണ്ട്. കാരണം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ്. മറ്റൊരു സംസ്ഥാനത്തേക്കാൾ കൂടുതൽ കേരളം തന്നെയാണ് ഈ വിഷയത്തിലും അതുപോലെ തന്നെ CAA വിരുദ്ധ സമരങ്ങൾ ഉൾപ്പെടെ CAA നിലപാടിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടൊക്കെ വ്യക്തമാക്കിയ ഇത്തരം കാര്യങ്ങളിലാണ്. ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം കൂടി ആയതുകൊണ്ട് അതിനൊരു പക്ഷേ കൃത്യമായ വിശദീകരണം നൽകും. ഒപ്പം തന്നെ വികസന ക്ഷേമ പദ്ധതികൾ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് BJP പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങൾ, ചെയ്യാവുന്നതും രാജ്യത്ത് വരുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. എന്തായാലും BJP നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. പത്മജ വേണുഗോപാൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ദേവൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂർ സ്ഥാനാർത്ഥിയാണ്. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് നിവേദിതയുണ്ട്. പിന്നെ പൊന്നാനി സ്ഥാനാർത്ഥിയുണ്ട്. അതുപോലെ തന്നെ ആലത്തൂരിലുള്ള TN സരസു ഉണ്ട്. മലപ്പുറം സ്ഥാനാർത്ഥിയായ
മലപ്പുറം സ്ഥാനാർത്ഥിയായ അബ്ദുൾ സലാമുണ്ട്. ഒപ്പം തന്നെ ചാലക്കുടി സ്ഥാനാർത്ഥിയായ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ വേദിയിലുണ്ട്. ഇവരെല്ലാം തന്നെ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ഔദ്യോഗികമായ ഒരു റോഡ് ഷോ ഒന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ഒരുപക്ഷെ തുറന്ന വാഹനത്തിൽ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഈ വേദിയുള്ള സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ തന്നെയാണ്. പക്ഷേ ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി പറയുന്നില്ല, അത്തരത്തിൽ അദ്ദേഹത്തിന്റെ പരിപാടിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ആളുകളെ കണ്ട ആവേശത്തിൽ ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ തുറന്ന വാഹനം എന്തെങ്കിലും ആവശ്യപ്പെടുകയും അതിൽ കയറി സഞ്ചരിക്കാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. എന്തായാലും വളരെ വലിയ വെയിൽ തന്നെ, കടുത്ത വെയിൽ തന്നെയാണ്, കടുത്ത ഉഷ്ണം തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. രാവിലെ മുതൽ തന്നെ 8:30 മുതൽ തന്നെ ഇവിടെ ആളുകൾ, ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം, പന്തൽ നിറഞ്ഞ് ഈ സദസ്സിലെല്ലാം തന്നെയുള്ള ചെയറുകളെല്ലാം തന്നെ ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ റോഡിൽ രണ്ട് ഭാഗത്തായി ആളുകൾ പ്രധാനമന്ത്രി കാത്ത് ഈ പൊരി വെയിലത്ത് കാത്തു നിൽക്കുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പരിപാടി 11 മണിക്കാണെങ്കിൽ പോലും അദ്ദേഹത്തിന് 12 മണിക്ക് തിരിച്ചു പോകേണ്ടതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ഹെലികോപ്റ്ററിൽ അദ്ദേഹം ശ്രീകൃഷ്ണ ഗ്രൗണ്ടിൽ ഇറങ്ങുകയും അവിടെ നിന്ന് വാഹന വ്യൂഹത്തിൽ കാർ മാർഗം ഇവിടെ എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 11:30 മുമ്പായി തന്നെ അദ്ദേഹം എത്തുന്നു എന്ന് തന്നെയാണ് BJP ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ പറയുന്നത്. അതാണ് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്നംകുളത്തെ ചടങ്ങിലേക്ക് എത്തും എന്നാണ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഏറ്റവും ഒടുവിൽ പറയുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ഇന്ന് തന്നെ അദ്ദേഹത്തിന് കേരളത്തിൽ മറ്റൊരു ചടങ്ങ് കൂടിയുണ്ട്. അത് ആറ്റിങ്ങലിൽ ആണ്, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ആണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ്. അതിനുശേഷം തമിഴ്നാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. തിരുനെൽവേലിയിൽ 4:15 ആണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നാൽ സമയക്രമത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സാധാരണ നിലയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകൾ കൃത്യമായി സമയക്രമം പാലിക്കാറുണ്ട്. ചെറിയ മാറ്റം മാത്രമാണ് അതിനുണ്ടാകാറ്. ഇത്തവണയും അതിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകില്ല. 11:30 തന്നെ പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ ലോക്സഭാ സീറ്റുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ചാലക്കുടി, തൃശൂർ, ആലത്തൂർ, പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആണ് പ്രധാനമന്ത്രിക്കൊപ്പം ഇന്ന് വേദി പങ്കിടുക. ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രവർത്തകരെ, അനുഭാവികളെ BJP ഈ ചടങ്ങിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ആൾക്കൂട്ടം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധിയും ഇന്ന് കേരളത്തിലുണ്ട്. രാഹുൽ ഗാന്ധി ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അവിടെ റോഡ് ഷോ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ ആണ് ഒരേ സമയം കേരളത്തിൽ എത്തിയിട്ടുള്ളത്.